നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശശി തരൂരിൻ്റെ പുതിയ പാർട്ടി ജനുവരി അവസാനത്തോടെ രൂപമെടുക്കുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും തരൂരിന് ഇനി കോൺഗ്രസിൽ നിലനിൽപ്പില്ല. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോന്നാൽ എന്തു ചെയ്യണം എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പണ്ടേ താല്പര്യമുള്ള ശശി തരൂരിന് കേരളത്തിലൊരു പുതിയ പാർട്ടി രൂപീകരിക്കുക അത്ര വിഷമമുള്ള കാര്യമല്ല. പാർട്ടി രൂപീകരിക്കാൻ വളരെ എളുപ്പമാണ്. അത് നടത്തിക്കൊണ്ടു പോകാനാണല്ലോ ബുദ്ധിമുട്ടും പ്രയാസവും. സാക്ഷാൽ കെ കരുണാകരൻ പോലും പുതിയൊരു പാർട്ടി രൂപീകരിച്ച് അവസാനം തൻ്റെ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ച് രക്ഷപ്പെടേണ്ടി വന്ന നാടാണ് കേരളം. അതുകൊണ്ട് പുതിയ പാർട്ടി കേരളത്തിൽ ക്ലച്ച് പിടിക്കുക അത്ര എളുപ്പമല്ല. ഇത് മറ്റാരെക്കാൾ നന്നായി ശശി തരൂരിന് അറിയുകയും ചെയ്യാം. എന്നാൽ BJPക്കും CPMനും തരൂരിൻ്റെ പാർട്ടി അനിവാര്യമാണ്. തരൂരിൻ്റെ പാർട്ടി വന്നാൽ മാത്രമേ UDFയിലേക്ക് പോകുന്ന മിഡിൽ ക്ലാസ് വോട്ടുകൾ, മധ്യവർത്തി വോട്ടുകളിൽ നല്ലൊരു ഭാഗം തരൂരിൻ്റെ പാർട്ടിയിലേക്ക് പോവുകയും അങ്ങനെ UDFിൻ്റെ സാധ്യതകൾ അസ്തമിക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് BJPക്കും CPMനും തരൂരിൻ്റെ പാർട്ടി ഉണ്ടായേ മതിയാവും. തരൂരിൻ്റെ പാർട്ടി ഉണ്ടാകണമെന്ന്, അല്ലെങ്കിൽ തരൂർ ഒരു പാർട്ടി രൂപീകരിക്കണമെന്ന് തരൂരിനേക്കാൾ ആഗ്രഹിക്കുന്നത് CPMും BJPയുമാണ്. അതുകൊണ്ട് തന്നെ തരൂർ പാർട്ടി ഉണ്ടാക്കിയാൽ അതിന് സർവ്വസന്നാഹങ്ങളുമായി സഹായം ചെയ്യാനാണ് ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം തരൂർ പിടിക്കുന്ന വോട്ടുകൾ UDFിനുള്ള വോട്ടുകളായിരിക്കും എന്നതുകൊണ്ട് തന്നെ ഈ രണ്ട് പാർട്ടിക്കും അത് സന്തോഷകരമായ കാര്യമാണ്. കേരളത്തിലൊരു കോൺഗ്രസ് ഭരണം വരാൻ BJPയുടെ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നേയില്ല. CPMനാണെങ്കിൽ ഇവിടെ UDF ഭരണം വന്നാൽ ഇനി കേരളത്തിൽ അവർക്ക് കാലുകുത്താനും കഴിയില്ല. അങ്ങനെ രണ്ട് പാർട്ടികൾക്കും UDFിൻ്റെ പരാജയം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ശശി തരൂരിൻ്റെ പാർട്ടിയെ അവർ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ശശി തരൂർ പുതിയ പാർട്ടി ഉണ്ടാക്കി UDFിൻ്റെ സാധ്യതകളെ വെല്ലുവിളിക്കുകയാണെങ്കിൽ സർവ്വ പിന്തുണയും പ്രോത്സാഹനവും തങ്ങൾ രണ്ട് പാർട്ടികളും നൽകുമെന്ന് ഈ രണ്ട് പാർട്ടികളുടെയും നേതാക്കൾ രഹസ്യമായി വ്യക്തമാക്കുന്നു. അങ്ങനെ തരൂരിൽ നിന്ന്, അല്ലെങ്കിൽ തരൂരിനെ ഉപയോഗിച്ചുകൊണ്ട് UDFിൻ്റെ ശക്തിയെ ചോർത്തിക്കളയാമെന്നും ഇവർ വിചാരിക്കുന്നുണ്ട്. UDFിൻ്റെ വോട്ട് കുറഞ്ഞാൽ അത് BJPക്കും ഗുണം ചെയ്യും, CPMനും ഗുണം ചെയ്യും. അങ്ങനെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ. അപ്പോൾ തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ തരൂരിൻ്റെ പാർട്ടി മുന്നിൽ നിന്നാൽ ഒഴുകിപ്പോകുന്ന വോട്ടുകൾ UDFിൽ നിന്നായിരിക്കുമെന്നും അത് തങ്ങൾക്ക് ഗുണകരമായിരിക്കുമെന്നും ഈ രണ്ട് പാർട്ടികളും കരുതുന്നുണ്ട്. അതുകൊണ്ട് തരൂർ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് സർവ്വ പിന്തുണയും നൽകുന്നത് ഈ രണ്ട് പാർട്ടികളുമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പലപ്പോഴും CPMും BJPയും തരൂരിനെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിണറായി വിജയനും നരേന്ദ്രമോദിയും രണ്ടുപേരും തരൂരിൻ്റെ കഴിവുകളെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നവരാണ്. കാരണം തരൂർ നല്ലൊരു മെറ്റീരിയലാണ് തങ്ങളുടെ കയ്യിൽ നിന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. കേരളത്തിൽ പിണറായി വിജയനും ഡൽഹിയിൽ നരേന്ദ്രമോദിക്കും നല്ലൊരു ആയുധമാണ് ശശി തരൂർ. കാരണം കോൺഗ്രസിനെ താറടിക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സാധ്യതകളെ അസ്തമിപ്പിക്കാൻ, രാഹുൽ ഗാന്ധിയുടെ മുന്നോട്ടുള്ള പോക്കിനെ തടയാൻ തരൂരിനെ പോലെ ഒരാളെ കൊണ്ട് സാധിക്കുമെന്ന് മോദിക്ക് നന്നായി അറിയാം. കാരണം തരൂർ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, സമുന്നത നേതാവാണ്, ലോക്സഭയിൽ കോൺഗ്രസ് നിരയിലെ പ്രമുഖനാണ്. അതുകൊണ്ട് മാത്രമല്ല വിശ്വപൗരനാണ്. അതുകൊണ്ട് തരൂർ പറയുന്നത് എന്തും ലോകം കേൾക്കും, അംഗീകരിക്കും. തരൂരിൻ്റെ ചെറിയൊരു പ്രസ്താവന പോലും ദേശീയ മാധ്യമങ്ങൾ വലിയ സംഭവമായി കൊണ്ടാടും. അത് BJPക്ക് വലിയ ഗുണം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയൻ. തരൂരിൻ്റെ ഏത് നിലപാടും കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുമെന്നും ദുർബലപ്പെടുത്തുമെന്നും അതുകൊണ്ട് കേരളത്തിൽ തനിക്കായിരിക്കും ഗുണമെന്നും പിണറായിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തരൂർ ഉണ്ടാക്കുന്ന പാർട്ടിയുടെ ഊടും പാവും നെയ്യുന്നത്, അതിന് നട്ടലായി പ്രവർത്തിക്കുന്നത് CPMും BJPയും തന്നെയായിരിക്കും. CPMൻ്റെയും BJPയുടെയും പ്രവർത്തകർ തന്നെയായിരിക്കുമെന്നാണ് ചിലർ പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ശശി തരൂരിൻ്റെ പുതിയ പാർട്ടി വരുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും അതിന് സർവ്വസന്നാഹങ്ങളുമായി സഹായം ചെയ്യാനും BJPയും CPMും മുന്നിലുണ്ടാകും. ഇത്രയും നല്ലൊരു അവസരം ഈ രണ്ട് പാർട്ടിക്കും കേരളത്തിൽ ലഭിക്കുകയില്ല. തരൂരിൻ്റെ പാർട്ടി ഉണ്ടാക്കാൻ തരൂരിനേക്കാൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ തരൂർ ഒരു പാർട്ടി ഉണ്ടാക്കണമെന്ന് തരൂർ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് BJPയും CPMും ആഗ്രഹിക്കുന്നതെന്നാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് തരൂർ ജനുവരിയോ അല്ലെങ്കിൽ ഫെബ്രുവരിയോടെ പുതിയൊരു പാർട്ടി പ്രഖ്യാപിച്ചേക്കാമെന്നുള്ള സൂചന പലതവണയായിട്ട് നൽകുന്നത്. ഏതായാലും കോൺഗ്രസിൽ നിന്നുകൊണ്ട് യാതൊരു പ്രയോജനവും അദ്ദേഹത്തിനില്ല. കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ഒരു സ്ഥലത്തും പ്രചരണത്തിന് പോലും ഇറക്കുമെന്നുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിയുന്നില്ല. അതുകൊണ്ട് തരൂർ മിക്കവാറും പുതിയ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറും പിണറായി വിജയനും സാക്ഷാൽ നരേന്ദ്രമോദിയുമെല്ലാം അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അതിന് വെള്ളവും വളവും വളർത്താൻ മുൻപിൽ അവർ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം CPMും BJPയും സ്പോൺസർ ചെയ്യുന്ന പാർട്ടിയായിരിക്കും, രാഷ്ട്രീയ പാർട്ടിയായിരിക്കും
ശശി തരൂർ കേരളത്തിൽ ഉണ്ടാക്കാൻ പോവുക എന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു.